നാണക്കേടായല്ലോ. കട്ടൻ ചായ ആയിരുന്നോ? അല്ല, ചാരായം കൊണ്ടുവരാം. അത് നിനക്കൊക്കെ എന്താ പറ്റി എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണ. 1/2 ലിറ്റർ കുടിച്ച് പറ്റായി ഡാൻസ് കളിക്കേ. അപ്പൊ നാണാവില്ല ഉപദേശിക്കാൻ വന്നിട്ട്. 1/2 ലിറ്റർ കുടിച്ച് എനിക്ക് പറ്റാവും. ഈ 1/2 ലിറ്റർ ഒഴിച്ച് തന്നിപ്പോ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. തെങ്ങും പൂക്കലും ഇട്ട് മാറ്റിയ ചാരായം കൊണ്ടുവരാന്ന്. ആ സന്തോഷത്തിന്റെ പേരിലല്ലേ പിള്ളേര് ഡാൻസ് കളിച്ചത്. ഞാനും അവരുടെ കൂടെ ഒന്ന് കൂടി. ഇതിപ്പോ ഇത് വലിയ പ്രശ്നമായി. എന്റെ ഫാൻസാറെ 1/2 ലിറ്റർ കുടിച്ച് പറ്റ കുടിച്ചു എന്ന് പറഞ്ഞ കളിയായിക്കൊണ്ടാണ്. കാശ് വരുന്നുണ്ടോ മോളെ? എന്തിനിപ്പോ കാശ്? 1/2 ലിറ്റർ മേടിച്ച അപ്പന്റെ ആ സ്റ്റാമിന ഒന്ന് കാണിക്കാൻ എനിക്ക്. ഇപ്പൊ തരാം ഞാൻ. ആ മെനകെട്ടവൻ കാരണം ആകെ ഒരു നാണക്കേടായല്ലോ. അവനൊരു പണി കൊടുക്കാം, ഇന്ന് തന്നെ കൊടുക്കാം. അപ്പൊ ഇന്നലെ തറക്കണ്ടായില്ല. നെഞ്ചു വെറുതിരിക്കണ. ഇന്നലെ ഡാൻസ് കളിച്ചപ്പോ പറ്റിയതാണ്. ദേ ഇന്ന് പോണ്ട, ഇന്നുകൂടി തറത്തിട്ട് നാളെ പോയാൽ മതി. കാശുണ്ട് പിടിച്ചോ, ഒരെണ്ണം പോയി സെറ്റ് ചെയ്യും. ഞാൻ അവളും സെറ്റ് ചെയ്തിട്ടെ. സെറ്റ് ചെയ്യാ. യോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പക്ഷേ നിനക്ക് എന്നോട് പിണക്കാ? എനിക്കാരോട് പിണക്കൊന്നുമില്ല. പിന്നെ നിന്നെ മുഖമായിട്ട് പിടിച്ചോണ്ടിരിക്കണേ. എവിടെ മുഖമായിട്ട് പിടിച്ചേക്കണു? ഇന്നലെ നീ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായില്ല എന്നെ നന്നാക്കാനായിട്ട്. എന്നിട്ടൊക്കെ പാട്ടും പാടി ഡാൻസും കളിച്ച് പോകണ്ടായില്ല. ആ കഥയൊക്കെ അപ്പ എന്നോട് പറഞ്ഞു. അപ്പം പറയാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നിട്ടാണോ? എൻ്റെ ചൂടിൻ്റെ കാര്യം. എനിക്ക് മാത്രമല്ല ഈ ചൂട്, എനിക്കും എൻ്റെ അപ്പനും ചൂടുണ്ട്. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ എന്താന്ന്, അത് തന്നെ മാറിക്കോളും. അതൊരു ശൈലിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. റോസുന്റെ കേസാ. റോസുവിന്റെ കാര്യം അത്ര വലിയ കേസുള്ള കേസൊന്നല്ല. ഞാൻ മാത്രമല്ല അവളുടെ പിന്നാലെ നടന്നത്. എൻ്റെ കൂട്ടുകാരെ വിളിച്ചു നോക്ക്, അവരെല്ലാവരും നടന്നതാ. ആർക്കും വളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ കരുതണേ. നിനക്കൊരു സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട്.